ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സഭയോഗത്തോടനുബന്ധിച്ച് ദൈവമക്കൾക്ക് എല്ലാവർക്കും വൈപ്പിയിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. പ്രതിൽ ഇന്നത്തെ വൈപ്പിയുടെ അധ്യക്ഷനായിട്ട് പാസ്റ്ററിനെ ക്ഷണിച്ചോളും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ഈ പകലിൽ വൈപ്പി പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വേഗത്തിൽ പ്രോഗ്രാമുകൾ നടത്തിയെടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. സമയം അധികം മുമ്പോട്ട് കടന്നു പോകാതെ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചു കൊള്ളാം. സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കാൻ സിസ്റ്റർ ആലിസ് ജോർജ് ക്ഷണിക്കുന്ന. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 12. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്തെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുത്തുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല മധ്യാഹ്ന സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഈ മധ്യാഹ്ന സമയത്ത് എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചില സമയങ്ങളോട് ഇരിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഭക്തന്മാരില്ലാതെ പോകുന്ന കാലഘട്ടത്തിൽ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ പിൻതലമുറയൊക്കെയും ആയിരിക്കുന്ന ഈ സമയത്ത്, വളരെ വഷളത്ത് നിറഞ്ഞ ഈ സമയത്ത് വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാകിയാൽ ഈ വചനവുമായിട്ട് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളേവരും കർത്താവെ അവിടുത്തെ സന്നിധാനത്തിൽ അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ സമയം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമും അവർക്കും കേട്ടിരിക്കുന്ന ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം നിർമ്മല വചനമാകിയാൽ അത് ദിനംതോറും ഞങ്ങൾ പാനം ചെയ്ത് ഭക്ഷിച്ച് കർത്താവെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാക്കി തീർക്കുവാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എല്ലാ യേശു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് റിപ്പോർട്ട് വായനയ്ക്ക് സെക്രട്ടറിയെ ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. കുമളി ദേവസഭയുടെ 17/12/2023 നടന്ന വൈപ്പി റിപ്പോർട്ട്. സിസ്റ്റർ കുഞ്ഞുമോൾ ഷിബുവിൻ്റെ അധ്യക്ഷതയിൽ പ്രോഗ്രാം ആരംഭിച്ചു. ബ്രദർ തോമസ് വർഗീസ് സങ്കീർത്തനം വായിച്ചു പ്രാർത്ഥിച്ചു. സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു. റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് ബ്രദർ ജോർജ് വർഗീസ് അഭിപ്രായപ്പെടുകയും ബ്രദർ ഇ പി തോമസ് പിന്താങ്ങുകയും ചെയ്തു. ക്രിസ് ബിബിൻ മനോഹരമായൊരു ഗാനം ആലപിച്ചു. തുടർന്ന് കാരീസ് ജൺസൺ ജോയ് 12 ശിഷ്യന്മാരുടെ പേര് പറഞ്ഞു. മിഷൽ ഡോണി 1-ാം സങ്കീർത്തനം മനപ്പാഠം പറഞ്ഞു. ശേഷം ആഷിഷ് ടോം ബൈബിൾ റെഫറൻസ് നടത്തി. ഇതിൽ സിസ്റ്റർ സ്നേഹ, സിസ്റ്റർ ജിനു എന്നിവർ 3 പോയിൻറ്റ്സ് വീതവും, സിസ്റ്റർ മഞ്ജു 2 പോയിൻറ്റ്സും, സിസ്റ്റർ ഷേബ, ബ്ലസ്സി എന്നിവർ ഓരോ പോയിൻറ്റ് വീതവും കരസ്ഥമാക്കി. ആഷ്ടൻ ഡോണി വിശ്വാസം എന്ന വിഷയം ആസ്പദമാക്കി ചെറുപ്രസംഗം പറഞ്ഞു. സിസ്റ്റർ ജോളി മാത്യു മനോഹരമായൊരു ഗാനം ആലപിച്ചു. ക്രിസ്ത്യൻ ജോൺസൺ ജോയ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ എന്നതിനെ ആസ്പദമാക്കി മനോഹരമായൊരു ചെറുകഥ പറഞ്ഞു. ശേഷം നാം എവിടെ ആയിരുന്നാലും ദൈവിക ജ്ഞാനം ഉൾക്കൊണ്ടു തന്നെ ജീവിക്കണം എന്ന വിഷയം ആസ്പദമാക്കി എഫേസ്യർ 5:16 നിന്നും സിസ്റ്റർ വത്സമ തോമസ് യുവജനങ്ങളെ പ്രബോധിപ്പിച്ചു.
സിസ്റ്റർ ജെനു ജോൺസൺ സ്പെഷ്യൽ പ്രോഗ്രാം നടത്തി. ഇതിൽ ബ്രദർ സജി കെ ജോൺ, സിസ്റ്റർ വത്സമ്മ തോമസ് എന്നിവർ ഏലിയാവിൻ്റെ പുതപ്പും ശിംശോൻ്റെ മുടിയും ദൈവവചനം മുഖേന യുവജനങ്ങളിൽ എത്തിച്ച് നല്ല മൂല്യത്തോടെ വിൽക്കുവാനിടയായിത്തീർന്നു. തുടർന്ന് പാസ്റ്റർ ജൻസൺ ജോയ് ബൈബിൾ ക്യൂസ് നടത്തി. ജേമി ആൻഡ് പാർട്ടി ഗ്രൂപ്പ് സോങ് ആലപിച്ചു. ശേഷം സ്തോത്രകാഴ്ചയായിരുന്നു. ഓഫറിംഗ് ആയി 652 രൂപ ലഭിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു എന്ന് സെക്രട്ടറി. റിപ്പോർട്ട് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഭേദഗതികളില്ലെങ്കിൽ പാസ് ചെയ്യാൻ ഒരാൾ അഭിപ്രായപ്പെടുക. റിപ്പോർട്ട് പാസ്സായിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. അടുത്തതായിട്ട് നാം ഒരു സോളോ ആണ്. മിഷേൽ സോളോ ആലപിക്കാൻ വേണ്ടി വിളിക്കും. മിഷേൽ. El Shaddai, El Elyon Adonai. Age to age, you're still the same. By the power of thy name, El Shaddai, El Shaddai, Erkankana Adonai. We will praise and lift you high, El Shaddai. Through your love and through your ram, you saved the son of Abraham. Through the power of your hands, you turned the seas into dry land. To the outcast on the knees, you were the God who really sees. And by your might, you set your children free. El Shaddai, El Shaddai, El Elyon Adonai. Age to age, you're still the same. By the power of thy name, El Shaddai, El Shaddai, El Elyon Adonai. We will praise and lift you high, El Shaddai. Through the years you made it clear that the time of Christ was near. Though the people couldn't see what Messiah had to be, though your word contained a plan, they just could not understand. Your most awesome work was done through the frailty of your Son. El Shaddai, El Shaddai, El Elyon Adonai. Age to age, you're still the same. By the power of thy name, El Shaddai, El Shaddai, Erkankana Adonai. We will praise and lift you high, El Shaddai. കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. അടുത്തതായിട്ട് പഴയ നിയമ പുസ്തകക്രമം ആശിഷ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യ, എസ്തേർ, ഇയ്യോബ്, സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, ഏശയ്യ, ഇരമ്യ, വിലാപങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശയ, യോവേൽ, ആമോസ്, ഒബദ്യ, യോന, മീക്ക, നഹൂം, ഹബക്കുക്ക്, സെഫന്യാവ്, ഹഗായി, സെഖര്യാവ്, മലാക്കി. കർത്താവ് പ്രിയ പൈതലിനെ അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. അടുത്തതായിട്ട് ഒരു ചെറുകഥയാണ് സിസ്റ്റർ മേരി രാജു.
കർത്താവിൻ്റെ വിശ്വനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കാലം ഇങ്ങനെ ചെറുകഥയോടുള്ള ബന്ധത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. IP അധ്യക്ഷനും പാസ്റ്ററും എല്ലാം ഒരാളായതുകൊണ്ട് പാസ്റ്റർക്കും IP അധ്യക്ഷനും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നിർത്തി അറിയിക്കുന്നു. കർത്താവ്, ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ഒന്നെങ്കിൽ നീ പന്നിക്കുട്ടിയായിരിക്കുക, അല്ലെ നീ പട്ടിക്കുട്ടിയായിരിക്കുക. ഇതാണ് കഥയുടെ പേര്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ഥലത്ത് ഒരു പിതാവും ഒരു മകനും പാർത്തിരുന്നു. അവർക്ക് മാതാവില്ല. ഈ പിതാവ് പ്രായമായ സമയത്ത് അങ്ങേർക്ക് ജോലി ഒന്നും ചെയ്യാൻ പോകാൻ വയ്യാത്ത ഒരു കാലം വന്നപ്പോൾ ഈ മോനോട് പറഞ്ഞു, മോനെ, നമുക്ക് ജീവിക്കേണ്ട ആവശ്യമാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് പന്നിക്കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ വിൽക്കാം എന്ന് പറഞ്ഞു. ഈ പിതാവ് മകൻ്റെ കയ്യിൽ പൈസയും കൊടുത്ത് വിട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവൻ പന്നിക്കുഞ്ഞിനെ വാങ്ങിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ ഈ പൈസയുമായി കടന്നുപോയി. അങ്ങനെ ചെന്ന് ആ വ്യാപാരിയുടെ അടുത്ത് ചെന്ന് അവൻ്റെ സന്തോഷത്തോടുകൂടെ ആ വ്യാപാരിയുടെ അടുത്ത് ചെന്ന് 2 പന്നിക്കുഞ്ഞിനെ ചോദിച്ചു. നല്ല പന്നിക്കുഞ്ഞിനെ നോക്കി, അവന് ഇഷ്ടമുള്ളതിനെ നോക്കി ആ വ്യാപാരി ആ പന്നിക്കുഞ്ഞിനെ കൊടുത്തു. അവനതും കൊണ്ട് ആ പന്നിക്കുഞ്ഞിനെയും കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പന്തുകളത്തിൽ അനേകർ പന്ത് കളിക്കുന്നു. വളരെ ആവേശമാണ്. പന്ത് കളി കാണുന്നവർക്ക്, ക്രിക്കറ്റ് കളി കാണുന്നവർക്കൊക്കെ അറിയാം. ഞങ്ങൾ പിന്നെ ഇതൊന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് അറിയാനും മേലെ ഇതൊന്നും കണ്ടാൽ. അവരൊക്കെ അതിൽ ആവശ്യത്തോടെ കൂവുകയും കാറുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രിയ പൈതൽ ഈ പന്നിക്കുഞ്ഞിനെ കൊണ്ട് അവിടെ വെച്ചേച്ച് ഇത് കാണാൻ അവൻ വളരെ ആവശ്യത്തോടെ അവിടെ നിന്നു. അത് കണ്ടു. അവനും വളരെ സന്തോഷമായി. സമയം പോയത് അറിഞ്ഞില്ല. പിതാവ് വഴക്ക് പറയുമല്ലോ എന്നോർത്ത് ഇവന് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അതിനു മുമ്പ് ഇതിനെ കൊണ്ട് വെക്കുന്നത് കണ്ടുകൊണ്ട് ആ പരിസരത്ത് കുറച്ച് പേര് ഉണ്ടായിരുന്നു. അതിന് കുറച്ച് പേര് മാറി നിൽക്കും. അവർക്കിതൊന്നും അല്ല വിഷയം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ പന്നിക്കുഞ്ഞിനെ എടുത്ത് അവർ മാറ്റി വെച്ച് 2 പട്ടിക്കുഞ്ഞിനെ അതിനകത്ത് വെച്ചു. ഇവൻ വളരെ സന്തോഷത്തോടെ ഈ പട്ടിക്കുഞ്ഞിനെ ഈ കവറും എടുത്ത് ഈ പന്തുകളി തീർന്നപ്പോൾ അപ്പം വഴക്കുറിയല്ലോ എന്നോർത്ത് ഓടി ചെന്ന് ഈ വാങ്ങിച്ചു. നല്ല കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ തുറന്നു നോക്കിയപ്പോൾ പട്ടിക്കുഞ്ഞാണ്. നീ എന്താടാ ഇത് കാണിച്ചത്? പൈസ കൊടുത്ത് ഈ പന്നിക്കുഞ്ഞിനെ മേടിക്കാൻ നിന്നെ വിട്ടിട്ട് നീ എന്താണ് ഈ പട്ടിക്കുഞ്ഞിനെയും കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ പോയി നല്ല പന്നിക്കുഞ്ഞിനെയാണ് വാങ്ങിച്ചത്, നല്ലത് തന്നെയായിരുന്നു, ഞാൻ തരാൻ പറഞ്ഞതിനെ തന്നെ അവരെടുത്തു തന്നു, ഞാനതും കൊണ്ട് വരുവാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം വഴക്കുറഞ്ഞു. എന്നാൽ ഇനി സമയം പോയി. നാളെ ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് അവിടെ നല്ല പന്നിക്കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വരണം. ശരി എന്നും പറഞ്ഞ് അവൻ പിന്നെയും ഈ പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മനോഹരമായ കളികൾ നടക്കുകയാണ്. അവിടെ വരുമ്പോൾ അവന് അതിനെ താത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ താത്ത് വെച്ചിട്ട് ഈ കളികളെല്ലാം കണ്ടു. അവൻ സന്തോഷത്തോടെ നിന്നു. ഈ നോക്കി നിൽക്കുന്നവർക്കറിയാം. അവർ ഇതിനെ മാറ്റി വെച്ചാൽ മറ്റേ പഴയ പന്നിക്കുഞ്ഞിനെ അതിനകത്ത് വെച്ചു. ഇവന് ഇതും കൊണ്ട് ഈ കന്തികളി കുറേ കഴിഞ്ഞപ്പോൾ ഈ വ്യാപാരിയുടെ അടുത്ത് ഓടിച്ചെന്നു. അയ്യോ, ഇങ്ങനെ എന്നാ ചെയ്തത്? എൻ്റെ അപ്പൻ എന്നെ വഴക്ക് പറഞ്ഞു, പിന്നെ ഞാൻ അതും കൊണ്ട് വന്നതാണ്, എനിക്ക് നല്ല പന്നിക്കുഞ്ഞിനെ തന്നെ തരണം എന്നും അവൻ പറഞ്ഞു. ഞാൻ നല്ല കുഞ്ഞിനെയല്ലേ തന്ന, നീ കണ്ടതല്ലേ? അതെ എന്ന് പറഞ്ഞ് ഇവൻ തുറന്നു നോക്കിയപ്പോൾ പട്ടിക്കുഞ്ഞല്ല, പന്നിക്കുഞ്ഞാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇവൻ വളരെ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഹല്ലേലൂയ, ഈ പന്നിക്കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഇവൻ ഇവിടെ വന്നു. മൂന്നാമത്തെ അങ്ങനെ പല പ്രാവശ്യമായി ഇവൻ തീരുമാനിച്ചു, ഇനി ഞാനതിനെ ഇവിടെ വെച്ചേച്ച് ഇത് കാണുകയില്ല എന്ന് തീരുമാനിച്ച് ഇവന് ഈ കിട്ടിയ പന്നിക്കുഞ്ഞിനെയും കൊണ്ട് നേരെ വീട്ടിൽ പോയി. അന്ന് അവനത് കണ്ടില്ല. ഞാൻ ചുരുക്കി പറയാം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പന്നിക്കുഞ്ഞിനെ കണ്ടു. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ യാത്ര ചെയ്യും, നമ്മൾ പോകും. എന്നാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇടയ്ക്ക് നിൽക്കുന്നവരുണ്ട്, മാറി നിന്ന് നോക്കുന്നവരുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഇവൻ്റെ ആത്മീയത്തെ നശിപ്പിക്കണം, ഇവൻ്റെ ജീവിതത്തെ നശിപ്പിക്കണം. യൗവനക്കാരോടാണെങ്കിലും പ്രായമായവരാണെങ്കിലും കുഞ്ഞുങ്ങളോടാണെങ്കിലും ഇങ്ങനെ ഒരു കൂട്ടം പിശാച് നമ്മളെ നോക്കി നിൽപ്പുണ്ട്. മനുഷ്യരല്ല. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിശാചിനോടാണ്. ഈ ശത്രുവായ സാത്താൻ പലരിലും കയറും. അവർ സാത്താനായിട്ട് ഇങ്ങോട്ട് വന്ന് കാട്ടുപോത്ത് പോലെയോ ആന പോലെയോ അല്ല. ഇപ്പം ആനയിലും കാട്ടുപോത്തിലും എല്ലാം കയറി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, മനുഷ്യരിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
എന്നാൽ അതിനവസരം കൊടുക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ എരിപ്പെടുത്തിയിരിക്കാതെ കോവിഡ് ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കണം എന്നും പറഞ്ഞ് നമ്മൾ പുസ്തകം എടുത്തു വെച്ച് ഒന്നിനും പോകാതെ ജോലി ചെയ്യരുത്, പഠിക്കരുത് എന്നും പറഞ്ഞിരിക്കുകയല്ല. ഇതെല്ലാം ചെയ്യണം. അതിൻ്റെ മുൻപിൽ ആത്മീകമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നുമല്ലാതെ ജീവിച്ചാൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഉഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശീതോഷ്ണവാനാകയാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമ്മണ്ണ് കളയുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. പലരും നമ്മളറിയുന്നില്ല. നമ്മളെവിടെയൊക്കെ പോയി നിന്നാലും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, പോകുന്നതിന് ഒരു കുഴപ്പമില്ല. എവിടെ പോയാലും നമ്മൾ ആരാണെന്നുള്ള ചിന്ത, ഏത് രാജാവിൻ്റെ പ്രജയാണ്, കർത്താവിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോടെ പോയാൽ ഒരു കുഴപ്പവും നമുക്ക് വരത്തില്ല. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കും. നമുക്ക് 2 കണ്ണേ ഉള്ളെങ്കിൽ അനേക കണ്ണുകൾ നമ്മളെ കാണുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ ദിവസങ്ങളിൽ ആത്മീയരായിട്ട് ജീവിപ്പാൻ തക്കണം. നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഥയിൽ നീങ്ങണം. നല്ല ആശയങ്ങൾ, അർത്ഥസമ്പുഷ്ടമാകുന്ന ആശയമുള്ള ഒരു ചെറുകഥ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും കഥ മേരിമാമയ്ക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നല്ല കഥയായിരുന്നു. സ്തോത്രം. നല്ല അർത്ഥമുള്ള കഥയാണ്. വാത്സല്യ മാതാവിനെ കർത്താവ് വീണ്ടും ശക്തീകരിക്കട്ടെ. അടുത്തതായിട്ടൊരു ചെറിയ സന്ദേശമാണ് ആഷ്ലിൻ ടോണി. Greetings to you in the precious name of our Lord Jesus Christ. Today I'm going to give some few points about prayer. Luke 18 verse 1 says, "Then he spoke a parable to them, that men always ought to pray and not lose heart." What is prayer? Prayer is asking God or talking to God for our needs. In the Bible, there are many words for prayer, such as asking, pleading, and crying. To whom do we pray to? We should pray to God for our needs. We are made to worship God. But in this world, we can see people worshipping dead or alive humans, trees, animals, and so on. Why should we pray? We should pray because Jesus prayed. If we do not pray, it is a sin. Prayer can do great things. Prayer is the lock for the night and key for the day. So we must pray to God. Without prayer, we cannot please God. The more we pray, the more power we have. So let us all pray to our Lord Jesus Christ in heaven. May God bless us with these words. Thank you. May God bless you, Ashlyn. പ്രിയ പൈതലിന് ദൈവം നൽകിക്കൊടുത്ത ആത്മീക ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ആക്ഷൻ സോങ് ആണ് ക്രിസ്ത്യൻ ആൻഡ് കെയ്റ്റ്ലിൻ. God made me, He made everything. God loves me, He can do anything. If I run over here, if I run over there, God is everywhere, and He loves me. When I look up, 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 I know He's real. When I look down, 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 I believe what I found. When I look in God's Word and I search for Him, He rewards me, 'cause He loves me. God made me, He made everything. God loves me, He can do anything. If I run over here, if I run over there, God is everywhere, and He loves me. When I look up, 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 I know He's real. When I look down, 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 I believe what I found. When I look in God's Word and I search for Him, He rewards me, 'cause He loves me. When I look up, 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 I know He's real. When I look down, 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 I believe
കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. വീണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ നിയമ പുസ്തകക്രമം, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിൾ ഓർഡർ, ജെയ്മി. Books of New Testament: Matthew, Mark, Luke, John, Acts, Romans, 1st and 2nd Corinthians, Galatians, Ephesians, Philippians, Colossians, 1st and 2nd Thessalonians, 1st and 2nd Timothy, Titus, Philemon, Hebrew, James, 1st and 2nd Peter, 1st John, 2nd John, 3rd John, Jude, Revelation. God bless you, ജെയ്മി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുസ്തകക്രമങ്ങൾ പറയാൻ അതിനെ കർത്താവ് സഹായിച്ചു. അടുത്തതായിട്ട് സോളോ സിസ്റ്റർ ജെസി സജി. പ്രൈസ് ദി ലോർഡ്. നാവിൽ എന്നീശോ തൻ നാമം, കാതിൽ എന്നീശോ തൻ നാദം, കണ്ണിൽ ഈശോ തൻ രൂപം, നെഞ്ചിൽ ഈശോ തൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തൻ നാമം, മഹിയും മഹിതാശകളും എന്നീ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻ ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോ തൻ നാമം, കാതിൽ എന്നീശോ തൻ നാദം, കണ്ണിൽ ഈശോ തൻ രൂപം, നെഞ്ചിൽ ഈശോ തൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോ തൻ നാമം. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച പ്രിയ ജസ്മാമയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് വീണ്ടും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. അടുത്തതായിട്ട് ബൈബിൾ ക്വിസാണ്. നമ്മൾ പുസ്തക ക്രമമനുസരിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24 വരെയുള്ള അധ്യായങ്ങൾ വരെയാണ് ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നത്. ബുക്കുകൾ പെട്ടെന്ന് കൊടുത്തു. 2 ക്വിസും കൂടെ കഴിയുമ്പോഴത്തേക്കിന് സമ്മാനം അടിക്കുന്ന ബൈബിൾ ക്വിസാണിത്. അതുകൊണ്ട് ഇനിയും പങ്കെടുക്കാൻ ഉള്ളവർ വേഗത്തിൽ പങ്കെടുക്കുക. ആദ്യ സമ്മാനം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഇല്ല, ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസ് ഓർമ്മയുള്ളവരെല്ലാവരും ആവേശത്തോടെ വാങ്ങി എഴുതുക. ഓക്കെ, കിട്ടിയോ? നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബുക്കുകളിൽ ഇനി മാർക്ക് എഴുതുന്നതല്ല, ലാസ്റ്റിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ആരാണ് സമ്മാനം കിട്ടിയവരും ജയിച്ചവരും ജയിക്കുന്നവരും ആരാണെന്ന് അവസാനമേ. അതുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർക്ക് സമ്മാനം. രക്ഷിക്കപ്പെടുമല്ല, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, സമ്മാനം കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. കൈസർ അഗസ്റ്റസ് ഭരണകർത്താവായി ഇരുന്ന സമയത്ത് സിറിയ ദേശത്തിൻ്റെ ഗവർണർ, ദേശാധിപതിയായിരുന്നത് ആരാണ്? അഗസ്റ്റസ് കൈസർ രാജാവായി റോമിൻ്റെ
ചക്രവർത്തിയായി ഭരണമനുഷ്ഠിക്കുമ്പോൾ സിറിയ ദേശാധിപതി ആരായിരുന്നു? എഴുതിയോ? Okay, sorry. Who was the governor of Syria when Caesar Augustus was emperor? Or who he taxed the whole world? Okay, next question. പ്രവാചകിയായ ഹന്നയുടെ കുടുംബവും ഗോത്രവും ഏതാണ്? What is the lineage? What is the name of the father and the tribe of prophetess Anna? അന്ന പ്രവാചകിയുടെ അപ്പൻ്റെ പേര്, ഗോത്രപ്പേര്. അറിയാവുന്നതാണെങ്കിൽ പെട്ടെന്ന് എഴുതാം, ഓർത്തുകൊണ്ടിരുന്നാൽ അറിയത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്പർ 3. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ ആരംഭിച്ച ഒരു കാലഘട്ടമുണ്ട്. അത് ഏത് റോമൻ ചക്രവർത്തിയുടെ 15ാമത്തെ ആണ്ടിലാണ് യോഹന്നാൻ ശുശ്രൂഷ ആരംഭിച്ചത്? ജോൺ began to minister in the 15th year of which Roman emperor? ഏത് റോമൻ ചക്രവർത്തിയുടെ 15ാം ആണ്ടിലാണ് യോഹന്നാൻ ശുശ്രൂഷ ആരംഭിച്ചത്? ഓക്കെ, അടുത്തത് 4ാമത്തെ ചോദ്യം. ഏലിയാവ് എന്ന് പറയുന്ന പഴയ നിയമ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എത്ര വർഷം, എത്ര മാസമായിരുന്നു ആകാശം അടഞ്ഞിരുന്നത്? ആകാശം അടഞ്ഞിരുന്നത് വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. Sorry, during the days of Elijah the prophet, how long was the heavens shut up? എത്ര നാളായിരുന്നു അടഞ്ഞിരുന്നത്? വർഷമുണ്ട്, മാസമുണ്ട്. ഓക്കെ, 5ാമത്തെ ചോദ്യം. യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ മകൻ അപ്പനോട് ചോദിച്ചാൽ, അപ്പോൾ കർത്താവ് പറഞ്ഞു, മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ എന്ത് കൊടുക്കില്ല? എന്താ കൊടുക്കാത്തത്? ജീസസ് taught that if son asks for an egg, a father will not offer instead. Son will ask his father for egg, but his father will never give this. What is that? എന്ത് കൊടുക്കത്തില്ല? ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. മകൻ അപ്പനോട് എന്ത് ചെയ്യും? മുട്ട ചോദിക്കും. മുട്ട ചോദിക്കുമ്പോൾ കർത്താവ് പറയുക, ഒരിക്കലും ഒരു അപ്പൻ ഇത് കൊടുക്കത്തില്ല. മുട്ട ചോദിക്കുമ്പോൾ ഡാഷ് കൊടുക്കത്തില്ല, മുട്ട തന്നെ കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു. പക്ഷേ വേറൊരു സാധനത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് കൊടുക്കത്തില്ല. ഓക്കെ, നമ്പർ 6, 6ാമത്തെ ചോദ്യം. യേശുവിൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ അസൂയുള്ള കുറേ ആളുകൾ എന്നിട്ട് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ ആത്മാവിനാലാണ് ഇത് ചെയ്യുന്നത്. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഭൂതത്തിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ആ ഭൂതത്തിൻ്റെ പൊസിഷൻ എന്താണെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ പാസ്റ്ററാ, എവിടുത്തെ പാസ്റ്ററാ? കുമിളിയിലെ എന്ന് പറഞ്ഞ പോലെ ഭൂതത്തിൻ്റെ പേരുമുണ്ട്, പുള്ളിയുടെ പൊസിഷനും എഴുതിയിട്ടുണ്ട്. അത് രണ്ടും എഴുതണം. ഓക്കെ, സം അക്യൂസ്ഡ് ക്രൈസ്റ്റ് ഓഫ് കാസ്റ്റിംഗ് ഔട്ട് ഡെവിൾ by which spirit? You have to write the name of that spirit and also the position of that spirit or the demon. Okay, എഴുതിയോ? എഴുതി കാണും. അടുത്തത് 7ാമത്തെ വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. വിശ്വാസം
കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? ഈ ഒരു മരത്തെ നോക്കിയിട്ട് എന്ത് പറയാനാ കർത്താവ് പറഞ്ഞത്? എന്ത് പറയാനാണ് പറഞ്ഞത്? ഇഫ് എ പേഴ്സൺ ഹാസ് ഫെയ്ത്ത് ആസ് എ മസ്റ്റേർഡ് സീഡ്, വാട്ട് ക്യാൻ ഹി സേ ടു ദ ട്രീസ്? മരത്തോട് എന്തു പറയാൻ പറ്റും? വിശ്വാസം, കടുകുമണിയോളം വിശ്വാസമുള്ളവൻ ഇപ്പം മരം കണ്ടു, അതിനോട് എന്തോ പറയാനാ കർത്താവ്? സിമ്പിൾ. 8ാമത്തെ ചോദ്യം എഴുതിയോ? 8ാമത്തെ ചോദ്യം. പെസഹായ്ക്ക് മറ്റൊരു പേരുണ്ട്. അനദർ നെയിം ഫോർ ദ പാസോവർ. പെസഹയുടെ മറ്റേ പേര്. Another name for Passover. Another name for Passover. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. ഒരു മനുഷ്യനെ യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. പേര്. A man was compelled to carry the cross of Jesus. Which man? ഏത് മനുഷ്യനാ? ഇപ്പോഴാണ് എഴുതാതിരിക്കുന്നവർ അയ്യോ ഞങ്ങളും കൂടെ എഴുതിയായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വരുക. നമ്മൾ തുടങ്ങുമ്പോൾ ഓർക്കും ഭയങ്കര പാടായിരിക്കുമെന്ന്. അങ്ങനെ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിരിക്കും. അതുകൊണ്ട് ആരംഭത്തിലെ ആ പ്രശ്നം ഒന്നും വകവെക്കണ്ട, കാര്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, എത്ര ചോദ്യമായി? 9 ചോദ്യം. ലാസ്റ്റ് 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം ഞാൻ ഒന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആയിരുന്നു. ഓക്കെ. എമ്മൗസിൽ നിന്ന് യെരുശലേമിലേക്കുള്ള ദൂരം എത്ര? എമ്മൗസിൽ നിന്ന് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം എമ്മൗസ് was Emmaus from Jerusalem? എഴുതിയോ? എഴുതിയെങ്കിൽ വാങ്ങിച്ചോളൂ. കളക്ട് ചെയ്തു. ഓടി 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 എഴുതിയവരെല്ലാവരും പെട്ടെന്ന് തിരിച്ചു കൊടുത്തോ. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി നന്ദി നന്ദി. മതി മക്കളെ. എവിടെ നിന്നാടാ എഴുതിയത്? ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാമല്ലോ ആരാ എഴുതിയത്. എല്ലാവരും കൊടുത്തോ? ഓടി 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 വാങ്ങി. കാരിസ് ഫസ്റ്റ്. കൈസർ അഗസ്റ്റസ് ചക്രവർത്തി ആയിരുന്നപ്പോൾ സൈറീനിയസ് അല്ലെങ്കിൽ കുറിയനോസ് 2:2. അന്ന എന്ന് പറയുന്ന പ്രവാചിയുടെ അപ്പൻ്റെ പേര് ഫനുവേൽ, ഗോത്രം ആഷേർ. യോഹന്നാൻ ഏത് ഭരണകർത്താവിൻ്റെ 15ാമത്തെ ആണ്ടിലാണ് ശുശ്രൂഷ തുടങ്ങിയത്? തിബരിയാസ് കൈസർ, ടൈബേറിയസ് സീസർ. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ എത്ര ദിവസമാണ് സ്വർഗം അടഞ്ഞിരുന്നത്? 3 ആണ്ട്, 3 വർഷവും 6 മാസവും. 5ാമത്തെ ചോദ്യം. മൊട്ട ചോദിച്ചാൽ എന്ത് കൊടുക്കില്ല? തേളിനെ കൊടുക്കത്തില്ല. എന്തോ? 6ാമത്തേത്. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു. എന്തുകൊണ്ട്? ഏത് ആത്മാവിനെ കൊണ്ട്? ബേൽസെബൂബിനെ കൊണ്ട്. അവൻ ആരാണ്? He is the chief of the devils. He is the chief of the devils. വിശ്വാസം ഉണ്ടെങ്കിൽ, കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനോട് ഈ കാട്ടത്തിയോട് പറഞ്ഞ് കടലിൽ പോയി, ഞാൻ കൃത്യമായിട്ട് നോക്കിക്കോളാം, പറഞ്ഞു പോയി കടലിൽ പോയി നടണം. കേട്ടോ? നടണം. അതിനായിരിക്കും ഉത്തരം. പെസഹായ്ക്കുള്ള മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാള്. 9ാമത്തെ
ചോദ്യമായിരുന്നു. കുറേനക്കാരനായ യേശുവിൻ്റെ ക്രൂശ് എടുത്തത് കുറേനക്കാരനായ ശിമോൻ. എമ്മൗസ് യെരുശലേമിൽ നിന്ന് എത്ര ദൂരമുണ്ടായിരുന്നു? 3 ഫർലോങ്. എത്ര? 7 നാഴിക. 7 നാഴിക എഴുതിയവർ കറക്റ്റ്. 7 നാഴിക ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. 7 നാഴിക 24:13 കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു കയ്യടി നൽകി കൊടുക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനപ്പാടം ഗ്രേസി വിൽസൺ മനപ്പാടം മുൻപോട്ട് കടന്നു വന്ന് പറയും. അതിനുശേഷം നമുക്ക് പാട്ട് പാടി ഗ്രൂപ്പ് സോങ് കുഞ്ഞുങ്ങൾ നോഹാൻ പാർട്ടി ഗ്രൂപ്പ് സോങ് പാടും. ആ സമയത്ത് വൈപ്പിയുടെ സ്തോത്രം അയച്ചെടുക്കും. ദൈവനാമത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന മനപ്പാഠം 1 കൊരിന്ത്യർ 13-ാം അധ്യായമാണ്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്ര. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും ഈ മലകളോട് നീങ്ങി കടൽ വീഴുവാൻ തക്കവണ്ണം വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി മാത്രം ഞാൻ അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോഴോ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. മനപ്പാട് പറഞ്ഞ പ്രിയ ഗ്രേസ്യമാമയോടുള്ള നന്ദി അറിയിക്കും. ദൈവത്തിൻ്റെ വചനം കൂടുതലായി പഠിച്ചു വീണ്ടും അനേകർ അത് അനുകരിക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾ നോഹ ആൻഡ് പാർട്ടി മുൻപോട്ട് കടന്നു വന്ന് പാട്ട് പാടും. ആ സമയത്ത് വൈപ്പിക്ക് വേണ്ടിയുള്ള സ്തോത്ര വഴിപാട് എടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശയാനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയായി. യാഹേ അങ്ങെന്നു സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്ത സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവർ ശത്രുവെ ജയിച്ചവർ സകലത്തിലും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം
തലമുറയാ യാഹേലങ്ങിൻ സങ്കേതം തലമുറ തലമുറയാ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ കർത്താവ് നമ്മുടെ ആൺമക്കളെ സഹായിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. നിങ്ങളുടെ നല്ല മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങൾ പാടിയത്. ഒറ്റ ഒരു അഭിപ്രായം കൂടെ ഉള്ളൂ, നിങ്ങളുടെ ശബ്ദം ഇച്ചിരി കൂടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആൺമക്കളുടെ ശബ്ദമൊക്കെ നന്നായി ഈ ആലയത്തിനകത്ത് മുഴങ്ങി കേൾക്കണം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ നല്ല ഉച്ചത്തിൽ ഉറക്കെ വേണം എന്ത് ചെയ്യാൻ. പേടിയൊന്നുമില്ലല്ലോ, ഒരു പേടിയില്ല. അവർക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ പാടുവാൻ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാനിടയായിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവസഭയിലെ എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ. ഇനിയും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ ചേരുവാൻ ഒക്കെ ദൈവമക്കൾ ഉത്സാഹിക്കണം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. വൈപ്പിയുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ മേലാലും കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ പ്രിയ കറിയാപ്പിച്ചാൻ അവൻ ഇന്ന് പകലത്തെ ശുശ്രൂഷകളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ എടുക്കപ്പെട്ട വൈപ്പി സ്തോത്ര വഴിപാടിനായൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രിയ കറിയാപ്പിച്ചാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം.